ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഗുലാബി നൈറ്റ്. സോ നമ്മൾ ഗുലാബി നൈറ്റിന് റെഡി ആവാൻ പോകുന്ന ഗെറ്റ് റെഡി ആണ് നമ്മുടെ മാളു സ്റ്റോറീസിന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഗെറ്റ് റെഡി വീഡിയോസ് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇതുവരെ ഒരു ലോങ് വീഡിയോ ഗെറ്റ് റെഡി ചെയ്തിട്ടില്ല, ഒരു മേക്കപ്പ് റൊട്ടീൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഒരു ഗെറ്റ് റെഡി വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പം ഇന്ന് നമ്മുടെ കസിൻ്റെ ഒരു ഗുലാബി നൈറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പം അതിന് പോകാൻ വേണ്ടി റെഡി ആവാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നന്നായിട്ട് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ മോയ്സ്ചറൈസർ ചെയ്യുക പ്ലസ് സൺസ്ക്രീൻ ചെയ്യുക. അപ്പം ഇന്ന് നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നില്ല. ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ SPF 50+ മോയ്സ്ചറൈസിങ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്ന്. അപ്പം നമ്മൾ ലാക്മീൻ്റെ SPF 50 95ൻ്റെ സ്കിൻ പ്രൊട്ടക്ഷൻ സൺസ്ക്രീൻ ആണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്തിട്ട് കാണാം. അപ്പം ഫേസിലോട്ട് നന്നായിട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട്. ഞാൻ ബൾബിൻ്റെ തൊട്ട താഴത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് എൻ്റെ ഫേസ് ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബൾബിൻ്റെ അടിയിൽ വന്ന് നിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ സൺസ്ക്രീൻ നന്നായിട്ട് പൊത്തുക. വേറെ നമ്മൾ ഒരു ഫേസ് ക്രീമും ഇന്ന് യൂസ് ചെയ്യുന്നില്ല. ഞാൻ നോർമലി പറയുന്ന കാര്യം സൺസ്ക്രീൻ മാത്രം. നന്നായിട്ട് ഇത് ബ്രഷ് ബ്ലെൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫേസിൽ സൺസ്ക്രീൻ മാത്രം ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ലിപ്പും എന്താ പറയാ നമ്മളെ ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്ത് സെറ്റ് ആക്കാം. ഓക്കെ, നമുക്ക് നേരെ ഐ മേക്കപ്പിലേക്ക് പോകാം. ഐ മേക്കപ്പ് കാര്യമായിട്ടൊന്നുമില്ല, ഗുലാബി നൈറ്റില്ല. അപ്പൊ കുറച്ച് നല്ലൊരു ബ്ലഷ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു ഷെയ്ഡ് നമുക്ക് കൊടുക്കാം. എനിക്ക് നേരല്ലായിട്ട് ഒന്നും കിട്ടുന്നില്ല ഗൈസ്. ആ ഒരു അവസ്ഥയാണ്. ഏതാണ് കുറച്ച് ബ്ലഷിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വൈറ്റിഷ് പ്ലസ് ഒരു റെഡിഷ് കൊടുക്കാനാണ് എനിക്ക് കുറച്ചും കൂടെ ഇപ്പം തോന്നുന്നത്. അതാണ്. അപ്പോൾ നമുക്ക് അത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു വൈറ്റിഷ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ എപ്പോഴും വൈറ്റിഷ് കൊടുക്കുന്ന സമയത്ത് കണ്ണൊക്കെ എഴുതിയാൽ കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയി നിൽക്കും, നല്ല ഭംഗിയുണ്ടാവും. നമ്മളൊന്ന് ഓവർ അപ്ലൈ ചെയ്യരുത് ഗൈസ്. അപ്പോൾ നമ്മളൊരുമാതിരി വെള്ളപ്പാണ്ട് പിടിച്ച ബോധത്തിൻ്റെ അവസ്ഥ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ പിന്നെതാ ഈ ഒരു പിങ്കിഷ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിനി ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ സ്പീഡിൽ കൈ കുറച്ചും കൂടെ സ്പീഡിൽ കഴിയുമ്പോൾ നല്ലോണം ബ്ലെൻഡ് ആവാൻ കുറച്ചും കൂടെ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓവറായോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഓവറായും ഡൗട്ട് പോകുമ്പോൾ ഒന്നും വിചാരിക്കല്ല. അപ്പം നമ്മൾ ആ ഫിംഗർ വെക്കുക, അത് നമ്മളൊന്ന് തുടച്ച് മാറ്റി കൊടുക്കുക. രണ്ട് കണ്ണും ഒരേപോലെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. അല്ലെങ്കിൽ ഒരു കണ്ണിന് അടി കിട്ടിയാന്ന് വിചാരിക്കും. നമ്മൾ രണ്ട് കണ്ണും നമുക്ക് പ്രത്യേകിച്ച് രണ്ട് കണ്ണിന് എന്തായാലും പടി കിട്ടി ഇതാവില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ട്രോളാൻ വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളിതാ നമ്മുടെ ഐ മേക്കപ്പ് ഫംഗ്ഷൻ അല്ലേ, അത്യാവശ്യം നല്ലൊരു റെഡിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇനി ഗ്ലിറ്ററിങ് കൊടുക്കണം. പോയി ഞാൻ ഗ്ലിറ്ററിങ് എടുത്തു തരാം. എൻ്റെ മേക്കപ്പ് ബാഗിലാണ് ഗ്ലിറ്ററിങ് ഉള്ളത്. ഞാൻ പോയി എടുത്തു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ്. ഈ മേക്കപ്പ് ബാഗ് ഞാൻ ആകെ ബ്രൈഡൽ വർക്കിന് കൊണ്ടുപോകുമ്പോഴേ യൂസ് ചെയ്യില്ല. അല്ലാണ്ട് സ്ഥിരമായിട്ട് ഇത്ര വലിയ മേക്കപ്പ് ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ അകത്തുള്ളൊരു ഗോൾഡൻ ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഗോൾഡൻ ഷെയ്ഡ് യൂസ് ചെയ്യും. അത് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഹെവി തോന്നിക്കും. നമ്മൾ കയ്യിൽ കുറച്ച് ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിൽ വരെ ടച്ച് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമുക്ക് കൈ കൊണ്ട് തന്നെ ടച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതുപോലെ നമ്മൾ നെക്സ്റ്റ് കണ്ണിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗൈസ് എല്ലാവരും പോവാൻ റെഡിയായി, ഞാൻ മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഒരു വ്ളോഗ് ഓൾറെഡി ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിരുന്ന് ഞാൻ തന്നെ ലേറ്റ് ആക്കിച്ചതാണ്. നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുത്തു. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഞാൻ എന്നിട്ട് തന്നെ പറയും ഗൈസ് നല്ല സെറ്റായിട്ടുണ്ട് കാണാൻ. അപ്പോൾ പിരികില്ലാത്ത ആളെ പോലെ ഉണ്ട്. അത് നമ്മളെ സൺസ്ക്രീനിൻ്റെ മുകളിൽ കയറി കിടക്കുന്നുണ്ട്. ബ്ലെൻഡ് നല്ലോണം ബ്ലെൻഡ് ചെയ്തില്ല, നേരമില്ലാത്തതിനെ കൊണ്ട് നല്ലോണം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ ഐ മേക്കപ്പും കഴിഞ്ഞ് നമുക്ക് നേരെ കൺമഷ് ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ ടോപ്പിലുള്ള വാട്ടർ ലൈനും താഴെയുള്ള വാട്ടർ ലൈനും നമ്മൾ കൺമഷ് ചെയ്യുന്നുണ്ട്. സോ കൺമഷ് ചെയ്താൽ ഞാൻ ഇത്രയും കാലം ലാക്മീൻ്റെ കൺമഷയാണ് യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പം ഞാനിതാ
ഇതിന് വെറും 20 rupees മാത്രമേ ഉള്ളൂ. സോ ഇതാണ് കുറച്ചും കൂടെ എനിക്ക് ലാക്മിനേക്കാൾ അടിപൊളിയായിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത് ഞാൻ പറയണമല്ലോ. അപ്പോൾ 20 ഉറുപ്പിൻ്റെ കാജിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കണ്ണടിപൊളിയാക്കാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ മുകളിലുള്ള വാട്ടർ ലൈൻ മാത്രം എഴുതി കൊടുത്തിട്ട് ചെറിയൊരു ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പം ഞാൻ ഐ മേക്കപ്പ് കാണിക്കുന്നില്ല, കാരണം ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ലോങ് ആവും വീഡിയോ. അപ്പോൾ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ലുക്ക് കാണാം. ഓക്കെ, മേക്കപ്പ് ഞാൻ ഐബ്രോസിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാം എൻ്റെ പണ്ടത്തെ മസ്കാരേൻ്റെ ബ്രഷാണ്. ഇതിനകത്ത് കുറച്ചുണ്ടാവും, അത് വെച്ചിട്ടാണ് കുറച്ച് ഡാർക്കിഷ് കളർ കൊടുക്കുക. അതാണ് കുറച്ചും കൂടെ നാച്ചുറാലിറ്റി എനിക്ക് പൊതുവേ ഫീൽ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ചെയ്യുക, കാരണം നമ്മൾ ഒരു ലൈനർ യൂസ് ചെയ്യുന്നതിലും കുറച്ചുകൂടെ നാച്ചുറൽ ഫിനിഷ് തോന്നിക്കാം. പഴയ എപ്പോഴും കമ്പി പറ്റി എന്തെങ്കിലും ഒന്ന് പരന്നില്ലെങ്കിൽ എൻ്റെ മേക്കപ്പിന് എന്നും അതങ്ങനെയാണ്. പരന്നില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്. ഇനി ഐലൈനറും കൂടെ എഴുതി കൊടുക്കാണ്ട് അതും കൂടെ എഴുതി കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നാണ് ഐ മേക്കപ്പ്. സോ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലും ഐ മേക്കപ്പ് ചെയ്തപ്പം ക്യൂട്ടായി ഞാൻ എന്നെ തന്നെ പുകഴ്ത്താണ് ഗൈസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് എന്തായിരിക്കും? ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും പറയും ലിപ്സ്റ്റിക്. യെസ്, നമുക്ക് ലിപ്സ്റ്റിക് ഇടണം. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഇടാൻ പോവുകയാണ്. സോ ഗൈസ്, നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. അപ്പോൾ ഇന്ന് ഞാൻ 2 കളർ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത്. ഒന്ന് ഈ ഒരു ലൈറ്റർ ഷെയ്ഡും പിന്നെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഡാർക്കർ ഷെയ്ഡ്. അപ്പോൾ ഈ 2 ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തായിരിക്കും നമ്മൾ ഗുലാബി നൈറ്റിന് ലിപ്സ്റ്റിക് ചെയ്യാൻ പോകുന്നത്. ഒരു കളർ മാത്രം വേണ്ട. ഞാൻ ഇന്നലെയൊക്കെ 2 കളർ ഇട്ട് നോക്കിയ സമയത്ത് എനിക്ക് 2ഉം കൂടെ വന്നാണ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ലുക്ക് കിട്ടുന്നത്, മാറ്റ് ഫിനിഷ് ലുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് 2 ഇടാം. സമയമില്ല ഗായ്സ്. ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മളിങ്ങനെ കറക്റ്റ് ലൈനിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1 ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് ഇട്ട്, ശരിക്കും ഈ ഷെയ്ഡ് മതിയില്ലേ, പക്ഷെ എന്നാലും നമുക്കൊരു ചെറിയൊരു മനസ്സമാധാനം കുറച്ചൊരു റെഡിഷ് എടുക്കാം. കുറച്ച് അത് നമ്മൾ ലൈൻ ഇടണം. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കും ഇട്ട് ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ബ്ലഷ് വാങ്ങിയിട്ടുണ്ട്. അടിപൊളി ബ്ലഷാണ്, നല്ല ബ്ലെൻഡഡ് ആയിട്ടുള്ള ബ്ലഷാണ്. സോ നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതാണ് പുതിയ ബ്ലഷ് വാങ്ങിയത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ ഞാൻ കൊടുക്കും, പക്ഷെ ഇപ്പോൾ നമുക്ക് നേരില്ല. പക്ഷെ അടിപൊളി ബ്ലഷ്ഡാണ്. ഞാനിത് സ്മിറ്റൻ എന്ന് പറയുന്നൊരു സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. സോ സ്മിറ്റൻ എന്ന് പറയുന്ന സൈറ്റ് അടിപൊളിയൊരു സൈറ്റാണ്. അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ബ്രാൻഡഡ് സാധനം ചീപ്പ് റേറ്റിൽ ഒറിജിനൽ സാധനം നിങ്ങൾക്ക് കിട്ടും. അത് എങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കൊടുക്കാം. നമ്മൾ കുറച്ചൊരു ബ്ലഷ് കുറച്ചെടുത്താൽ മതി. 2 ഡോട്ട് ഇവിടെ, 2 ഡോട്ട് ഇവിടെ, ഇവിടെ, ഇതിവിടെ, ഇതിവിടെ, മൂക്കിൻ്റെ മുകളിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഇട്ട് ഒരുമാതിരി കോമാളി ലുക്കുണ്ട്, നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അപ്പം നമ്മുടെ ബ്ലെൻഡിങ്ങും കഴിഞ്ഞു. സോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഫേസ്. പിന്നെ നമ്മളിന്നൊരു റിസപ്ഷൻ ഫംഗ്ഷൻ അല്ലേ ഗുലാബി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്ത് നമ്മൾ സ്കിന്നിൽ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്തില്ല, ഓൺലി സൺസ്ക്രീൻ. അല്ലാത്ത ഐ മേക്കപ്പും ലിപ്സ്റ്റിക്കും കുറച്ച് നമ്മൾ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നേരെ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരണം. സോ ഞാൻ മാറ്റി വരാം. അതിന് മുന്നേ ഞാൻ എൻ്റെ ഡ്രസ്സ് വേണ്ട, ഞാൻ ഇട്ട് വരാം. നല്ലത് ഇട്ട് വരാം ഗൈസ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗുലാബി നൈറ്റിൻ്റെ ഡ്രസ്സ് വരുന്നത്. സോ ഒരു റെഡ് കളർ ടോപ്പാണ്. സോ ഞാൻ എന്താ പറയുക, കമ്മലും ചെയിനും പിന്നെ ബാക്കി എല്ലാ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഫുൾ ലുക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് ഡ്രസ്സാണ്. നെക്സ്റ്റ് നമ്മൾ കമ്മലാണ്. ഏത് കമ്മലിടുന്നുള്ളത് കൺഫ്യൂഷൻ ഒന്നുമില്ല, കാരണം ഞാൻ ഓൾറെഡി ഒരു റെഡ് കമ്മൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കമ്മലായിരിക്കും ഇടുന്നത്. ഈ ഡ്രസ്സ് തന്നെ ഞാൻ വ്ളോഗ് ഇട്ട സമയത്ത് കുറേ പേര് വ്ളോഗ് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് ഇതെടുത്തോ, നല്ല രസമുണ്ട് റെഡ്. വ്ളോഗ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എടുത്തിയതിന് ശേഷം അപ്പം നമ്മൾ ഇത് തന്നെ എടുത്തിരുന്നു ഗൈസ്. അതിനുവേണ്ടി നല്ല റെഡ് കമ്മലും നമ്മൾ അപ്പം തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു കമ്മലും ഇട്ട് കൊടുക്കും.
യെസ്, ഇനി നെക്സ്റ്റ് നമുക്ക് ചെയിൻ ഇടണം. ചെയിൻ ഏത് കൺഫ്യൂഷനാണ്. അമ്മ ഒരു ചെയിൻ കൊണ്ട് തന്നിന് കിട്ടുമോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് കുറച്ച് ഹെവി ആയ പോലെ ഉണ്ടോ എന്നുള്ളൊരു ഹെവി ആയ പോലെ ഉണ്ടോ? അത് രസമുണ്ട് ചേച്ചി. അപ്പം നമുക്ക് ഇനി ഈ കമ്മലിടാം, അല്ല ഈ മാല ഇടാം. അത് നല്ല രസമുണ്ട് മാല. അല്ലെങ്കിൽ ഒന്ന് മാല ഒന്ന് അമ്മ അത് മാല ഒന്ന് കൊളുത്തി കണ്ട. മാല കൊളുത്തുന്ന പോസ്റ്റ് വുമൻ ഗേസ്. നല്ല ടൈറ്റ് ആക്കിയോ? അപ്പൊ ഇതാണ് നമ്മുടെ മാല. നീ പൊട്ടോടണോ? അപ്പൊ ഗൈസ് ഇതായിരിക്കും നമ്മുടെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഇതാണ് ഫാദർ. അച്ഛൻ ഗൈസ് റെഡ് ഒക്കെ ഇട്ട് ഹായ് വരും. ഇതിനകത്ത് നോക്കി ഹായ് ഹായ്. ഇത് അമ്മ പറയും ഹായ് 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 ഹായ്. ഹായ്. എല്ലാരും റെഡ് ആണ് ഗൈസ്. ഗുലാബി നൈറ്റ് തകർക്കാൻ പോവാണ്. സോ നമുക്കൊരു സെൽഫി ഒക്കെ എടുക്കട്ടെ ഞങ്ങൾ കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ഗുലാബി നൈറ്റിന്റെ ഒരു ഫുൾ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു നല്ല അടിപൊളി ഒരു റെഡ് ടോപ്പാണ്. സിമ്പിൾ ആണ്, പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ലൊരു ഹെവി വർക്ക് വരുന്നുണ്ട്. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഗെറ്റ് റെഡി ഒക്കെ വരുന്നുണ്ട്. നാളെ മറ്റന്നാളൊക്കെ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. സോ അതിന് ഗെറ്റ് റെഡി ഒക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും. സോ മാളു സ്റ്റോറീസിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.